ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ ആരാണ് നല്ല ടേസ്റ്റ് ആയിട്ട് വരാനും ആർക്കാണ് കൂടുതൽ നല്ല നല്ല പൊരുത്തങ്ങൾ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ ടെലിപ്പതി ചാലഞ്ചിന്റെ റൂൾസ് പറഞ്ഞുതരാം. 3 ആൾക്കാരായോണ്ട് തന്നെ ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ റൂൾസ് നമ്മളിപ്പോ പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ ചാലഞ്ചിന്റെ റൂൾസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ എക്സാമ്പിൾ 5ന്റെ റൗണ്ട് ആണെന്ന് വെക്കാം. 5ന്റെ റൗണ്ടിൽ കറക്റ്റ് സാധനങ്ങൾ ഗസ് ചെയ്യേണ്ട ഞാനും ഷാമിയും ആയിരിക്കും. നമ്മുടെ മുമ്പിൽ 3 സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും. അതിൽ 5 അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും, അതിൽ അവർക്ക് ഏറ്റവും വേണ്ട എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പൊ ഞാനും ഷാമിയും കൂടി കറക്റ്റ് ഗസ് ചെയ്താൽ, അവളുടെ ഇഷ്ടം കറക്റ്റ് ഗസ് ചെയ്താൽ മാത്രമേ ആ സാധനം 5ക്ക് കിട്ടുള്ളൂ. അതല്ല എന്റെ ഷാമിന്റെ ഗസ്സുകൾ രണ്ടും രണ്ടായി പോയാൽ 5ക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനം ഏതാണോ അത് അവള് ആ മിൽക്ക് ഷേക്കിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ് ഇന്നത്തെ ചലഞ്ച്. ഇനി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ടോട് കൂടി എല്ലോ ക്ലിയർ ആവും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഇതാണ് ഞാൻ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ്. ഇത് എറ്റേണൽ ആയുർവേദിന്റെ സ്കിൻ ലൈറ്റനിങ് ഓയിലും ഇത് എറ്റേണൽ ആയുർവേദിന്റെ ലെമൺ ആൻഡ് ഹണി ഫേസ് വാഷും ആണ്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അത് 100% ആയുർവേദിക് ആണ്, പാരബൻ ഫ്രീ ആണ്, കെമിക്കൽ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓയിൽ ഇതിലേക്ക് വരും. എന്നിട്ട് നമ്മളൊരു 3 to 4 ഡ്രോപ്സ് നമ്മൾ ഫേസിൽ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സർക്കുലർ മോഷനിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക ഫേസിൽ. നന്നായിട്ട് നമ്മൾ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ്സ് അങ്ങനെ തന്നെ നമ്മൾ ഫേസിൽ ഓയിൽ വെക്കാം. എന്നിട്ട് അതിനുശേഷം ഈ ലെമൺ ആൻഡ് ഹണി ഫേസ് വാഷ് വെച്ചിട്ട് മുഖം നന്നായിട്ട് കഴുകുക. അപ്പോൾ നമുക്കിനി 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ലെമൺ ആൻഡ് ഹണി ഫേസ് വാഷ് വെച്ചിട്ട് നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇത് നൈറ്റാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ രാവിലെയൊക്കെ പുറത്തൊക്കെ പോയി നല്ല ഡസ്റ്റും പൊല്യൂഷനൊക്കെ ആയി വന്ന് നൈറ്റ് നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന്റെ ഡൾനെസ് എന്നൊക്കെ ഇത് റിലീഫാണ്. അപ്പോൾ നമുക്കിനി ഫേസ് വാഷ് ചെയ്യാം. ഇതിലൊരു സിലിക്കൺ ബ്രഷ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫേസ് വാഷ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്നൊരു ടൈനി എമൗണ്ട് ഇതിൽ പമ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫേസ് ചെയ്തും സർക്കുലർ മോഷനിൽ തന്നെ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ എന്റെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ നല്ല ഡസ്റ്റ് ഒക്കെ പോയിട്ട് നല്ല ഗ്ലോയിങ്ങും സോഫ്റ്റും ആയിട്ടുണ്ട്. അപ്പൊ എറ്റേണൽ ആയുർവേദിന്റെ ഈ കോംബോ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, അതിൽ കയറിയിട്ട് വേണ്ടവരൊക്കെ എന്തായാലും പർച്ചേസ് ചെയ്യാം. അപ്പൊ പർച്ചേസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഇപ്പൊ കാണിച്ചത്. അപ്പൊ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഇത് എവിടെ എത്തും. ഇവിടുന്ന് നമ്മൾ ബൈ നൗ കൊടുക്കുക. പേയ്മെന്റ്സ് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ പേയ്മെന്റ്സ് കൊടുക്കുക. ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൊടുക്കുന്നത്. ഓർഡർ പ്ലേസ് ചെയ്യുക, ഓർഡർ കൺഫേം ചെയ്യുക. ഇപ്പൊ നമ്മൾ ഓർഡർ കൺഫേം ആയി. അപ്പൊ എറ്റേണൽ ആയുർവേദിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, വേണ്ടവരൊക്കെ കയറിയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പൊ നമുക്ക് പോയിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാണ്. ഫസ്റ്റ് റൗണ്ട് വന്നിട്ടുള്ളത് ഫ്ലേവേർഡ് മിൽക്സ് ആട്ടോ. സ്ട്രോബെറി ഉണ്ട്, പിന്നെ ഇതിന്റെ മാംഗോ അല്ലേ, മാംഗോ ഉണ്ട്, മാംഗോ ഉണ്ട്, പിസ്ത ഉണ്ട്. ഇതാണ് കേട്ടോ ബേസ്. അപ്പൊ 5ക്ക് ഫസ്റ്റ് റൗണ്ട് 5ന്റേതാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളത് ഇതില് ഇതാണ്, വേണ്ടാൻ തോന്നുന്നത് ഇതാണ് കേട്ടോ. അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യാം 5ക്കുള്ളത്. ഓക്കെ, ഇതൊന്നും യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. 3, 2, 1 സ്റ്റാർട്ട്. ആ ഞാൻ കറക്റ്റ് എടുത്തത്. സ്ട്രോബെറി ഇഷ്ടമല്ലോ. അല്ല, ഞാൻ ചിലപ്പോ പിസ്ത ഇഷ്ടമാണെന്ന് ഇതുവരെ ഞാൻ കേട്ടില്ല. പിന്നെ മാംഗോയാണ് ഞാൻ കേട്ടിട്ടുള്ളൂ. ഈ പ്രാവശ്യം ഭയങ്കര കൺഫ്യൂസിംഗ് ആട്ടോ ബേസിൽ തന്നെ. ഇഷ്ടമില്ലാത്തതാണ് ഞാൻ മാംഗോ പറഞ്ഞത് കേട്ടോ. അപ്പൊ മാംഗോ ആണ് ഓള് മിൽക്ക് ഷേക്കിൽ ആഡ് ചെയ്യുന്നത്. എനിക്കിത് വേണ്ടായിരുന്നു, പക്ഷെ കാണാൻ നല്ല ഭംഗി. എനിക്ക് എത്ര ഭംഗി വേണം, എനിക്ക് കഴിക്കുമ്പോ മാത്രമേ ഭംഗി വേണ്ടുള്ളൂ. തുടക്കത്തിൽ തന്നെ നല്ല കൊളാക്കി തന്നിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ശ്രീൻ്റെതാണ്. അപ്പൊ ശ്രീക്ക് ഇഷ്ടമുള്ളപ്പോ പറയും. അപ്പൊ എനിക്ക് ഇതിൽ ഇഷ്ടമുള്ളത് ഇതാണ്, എനിക്ക് വേണ്ടാന്ന് തോന്നുന്നത് ഇതുമാണ് കേട്ടോ. സെലക്ട് ചെയ്യാം. 5 എന്തൊക്കെ പകയല്ല, ഞാൻ ആലോചിച്ചതാണ്. ഇത് രണ്ട് എന്താണ് സ്ഥിതി എനിക്ക് മനസ്സിലാവണില്ല. ഓക്കെ റെഡി? ഓക്കെ 3, 2, 1 സെറ്റ്. സ്ട്രോബെറി ഇഷ്ടമാണ്, അത് നമുക്കറിയാം, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ ഞാൻ ചെറിയൊരു ഗസൻ ചെയ്താട്ടോ. ഇൻഡസ്ട്രി തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ കറക്റ്റ് ആയി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അബദ്ധം പറ്റിയതാണ്. ബേസിലാണ് എല്ലാം ഉള്ളത്, അത് തെറ്റിച്ചൊക്കെ പോയില്ലേ. ഷമീൻ്റെതാണ്. ഓക്കെ, ഇതില് എനിക്ക് ഇഷ്ടമുള്ളത് ഇതാണ്, ഇഷ്ടമില്ലാത്തത് ഇതാണ്. സെലക്ട് ചെയ്യാം. 3 നല്ല എടുക്കണം മക്കളെ. 3, 2, 1 സെറ്റ്. ഇവക്ക് പിസ്ത ഭയങ്കര ഇഷ്ടമാണ്. അത്
രണ്ടും കൂടി വരുമ്പോ ഫ്രൂട്ട്സിലും മാംഗോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതല്ല, അപ്പൊ ഈ ഷേക്കിലും മിൽക്കിലും വരുന്ന സമയത്ത് മാംഗോ ആയിരിക്കില്ല. പിസ്തയാണ് പിന്നെ ഓള് കുടിച്ച് കാണാറ്. ഐസ്ക്രീമിലൊക്കെ അതാണ് ഇഷ്ടം. ശരിയാണ്. പക്ഷെ ആ ശരി വെച്ചിട്ടാണ് ഞങ്ങൾ ഗസ് ചെയ്തത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കറക്റ്റ് ആക്കി ആ സാധനം കേട്ടോ ഷാമിനി ഒഴിക്കേണ്ട. അപ്പൊ പിസ്തയാണ് കുഴപ്പമില്ല. എനിക്ക് ഇതിൽ ഇഷ്ടമില്ലാന്ന് പറഞ്ഞാൽ ഞാൻ മാംഗോ. ഷാമിന്റെ ഇഷ്ടമാണ് കേട്ടോ തെറ്റിപ്പോയത്, അല്ലാതെ രണ്ടുപേരും അല്ല. സ്ട്രോബെറി പിസ്ത എനിക്ക് തോന്നുന്നു ഏകദേശം ഒരേപോലെ ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ കുറ്റം പറയാൻ പറ്റില്ല. പറ്റില്ല. അപ്പൊ അടുത്ത റൗണ്ടിൽ നമുക്ക് മിൽക്ക് ഷേക്കിലേക്ക് ഇനി എന്താ വരാന്നുള്ള അറിയില്ല. അപ്പൊ നമുക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ സെക്കൻഡ് റൗണ്ടിലെ ഫ്രൂട്ട്സ് ആണ്. ഈ റൗണ്ടില് ആപ്പിളും ബനാനയും ചിക്കും ആണ് കേട്ടോ ഫ്രൂട്ട്സ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്കിപ്പോ ബേസ് ആയിട്ട് ഇട്ടിരിക്കുന്നത് എനിക്ക് പിസ്തയാണ്, എനിക്ക് സ്ട്രോബെറി ആണ് കേട്ടോ കിട്ടിയത്. മാംഗോ ആണ് കേട്ടോ കിട്ടിയത്. ഇനി ഇതിലേക്ക് ഏതൊക്കെ ഫ്രൂട്ട്സ് ചേരുന്ന യാതൊരു ഇടയില്ല. ഇതായിട്ട് ബന്ധമില്ലാത്തൊരു ഫ്രൂട്ട്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം എന്റെ റൗണ്ട് ആണ് കേട്ടോ. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടം ഇതാണ്, വേണ്ടാന്ന് തോന്നുന്ന ഇതാണ് കേട്ടോ. അഞ്ച് ഒരു ഐഡിയ ഇല്ലടാ. എനിക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, മനസ്സിലായി. അപ്പൊ പോയി സെലക്ട് ചെയ്യാം. 3, 2, 1 സെറ്റ്. അതെന്താ ബനാന എടുക്കാൻ കാരണം വെച്ചാല് മാംഗോയിലേക്ക് പിന്നെ ബനാന ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റെഡി ആവുമല്ലോ. ആ ഫ്ലേവർ അങ്ങനെ നിന്നോളും. ബാക്കിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലൊക്കെ ആയി പോകും. അപ്പൊ ഇഷ്ടമല്ലാതെ മൂന്നുപേരും മൂന്നെണ്ണായി പോയിട്ടോ. അതാണ് കോമഡി. അപ്പൊ ഞാൻ ആപ്പിൾ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. മാംഗോയും ആപ്പിളും അതേ പറഞ്ഞ മാംഗോയും ബനാന ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഇനിയിപ്പോ എന്തായാലും പറഞ്ഞിട്ട് അപ്പൊ സെക്കൻഡ് അടുത്ത ഞാനാണ് കേട്ടോ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്. എനിക്ക് ഏറ്റവും വേണ്ടാന്ന് തോന്നുന്നത് ഇതുമാണ് കേട്ടോ. ഇത് വരെ ഇത് ഇവർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇവർക്ക് അറിയാം. 3, 2, 1 ഇതിപ്പോ ശ്രീധരായിട്ടോ കറക്റ്റ് ആയിട്ടൊക്കെ വരുന്നത്. അല്ലെ ചിക്കു എനിക്ക് ഇഷ്ടമാണെന്ന് ഇവർക്ക് അറിയാട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഈ സ്ട്രോബെറി മിൽക്കിലേക്ക് ചിക്കു ആഡ് ചെയ്യണം കേട്ടോ. എനിക്കറിയില്ലോ. അടുത്തത് എന്റേതാണ്. എനിക്ക് ഇതിലേക്ക് ഇഷ്ടം ഇതാണ്, ഇഷ്ടമല്ലാത്തത് ഇതാണ്. കറക്റ്റ് ആയിട്ട് എടുക്കണേ. ഒരു മിനിറ്റ്, ഞാൻ എനിക്ക് ഇഷ്ടം. റെഡിയായോ? റെഡിയായോ? 3, 2, 1 സെറ്റ്. ഞാൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആപ്പിൾ എണ്ണ കേട്ടോ ഇതിലേക്ക് ഇടേണ്ടത്. ബന്ധമില്ലാത്ത സാധനമായിട്ട് എനിക്ക് കാണാൻ ഭംഗിയുണ്ട്. കാണാൻ ഭംഗിയുണ്ട്. അഞ്ചന്റെ ഷാമിന്റെ കാണാൻ ഭംഗിയുണ്ട്. എന്റെ ചിക്കു പിന്നെ ഈ സ്ട്രോബെറിയിൽ മുങ്ങിപ്പോയി കേട്ടോ. അതെങ്ങനെ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഇനി അടുത്ത റൗണ്ടിൽ എന്താ വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ തേർഡ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. തേർഡ് റൗണ്ടിൽ നമുക്ക് ചോക്ലേറ്റിന്റെ റൗണ്ട് ആണ് കേട്ടോ. അപ്പൊ അതില് ഗാലക്സി ഉണ്ട്, ബൗണ്ടി ഉണ്ട്, പിന്നെ സ്നിക്കേഴ്സ് ഉണ്ട്. ഇതിലിപ്പോ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് കേട്ടോ. ഏതാണ് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തതൊക്കെ സെലക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ആദ്യത്തെ റൗണ്ട് ആണ്. അപ്പൊ എനിക്ക് ഇതില് ഏറ്റവും ഇഷ്ടം വേണം തോന്നുന്നത് ഇതാണ്, വേണ്ടാൻ തോന്നുന്നത് ഇതാണ് കേട്ടോ. കൺഫ്യൂഷൻ. അപ്പൊ ഞങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പൊ പോയി സെലക്ട് ചെയ്യാം. ഇതിലിപ്പോ നമുക്ക് ഇഷ്ടമുണ്ടാവുക. 3, 2, 1 സെറ്റ്. ഞാൻ വിചാരിച്ചവര് വേറെ എന്തെങ്കിലും എടുക്കുന്നു. എനിക്ക് തോന്നി അതായിരിക്കും എന്നുള്ളത്. അല്ല, അഞ്ചിക്ക് ബൗണ്ടി എന്ന് പറയുമ്പോ ഏകദേശം തേങ്ങയുടെ ഒരു അതുണ്ട്. അത് അഞ്ചിക്ക് മിക്കവാറും ഇഷ്ടമുണ്ടാവില്ല. നട്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ പ്യുവർ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതല്ലേ പ്യുവർ ചോക്ലേറ്റ്. അതന്നെയാണ് കേട്ടോ സംഭവം. അപ്പൊ ഇതാ ഞാൻ ഗാലക്സി ഇത് രണ്ടെണ്ണമാണ് ഉള്ളത്. അപ്പൊ അത് രണ്ടും ഞാൻ ഇതിലിടുന്നുണ്ട്. നല്ല അടിപൊളി ആയിരിക്കട്ടെ. ചോക്ലേറ്റ് പിന്നെ എത്ര കിട്ടിയാലും അഞ്ചിക്ക് മടുക്കൂല ഗൈസ്. അപ്പൊ ഇനി അടുത്ത എന്റെ റൗണ്ടാണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം ഇതാണ്. എനിക്ക് വേണ്ടാന്ന് തോന്നുന്നത് ഇതാണ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ശ്രീനിത് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ, അപ്പൊ സെലക്ട് ചെയ്യാം. ഇതെങ്ങനെ തെറ്റിച്ചാല് 3, 2, 1 സെറ്റ്. ഉറപ്പാണ് ബൗട്ടി അതുള്ളത്. എനിക്ക് ബൗണ്ടി ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ 4 ബൗണ്ടി ഇതിലിടും കേട്ടോ. എനിക്ക് ആ തേങ്ങേന്റെ കണ്ടന്റും ഇഷ്ടമാണ്. അതിന്റെ ഒരു ചെറിയ ചോക്ലേറ്റും എനിക്ക് ഇഷ്ടമാണ്. 4 വേണോ? ഭയങ്കര ഷുഗർ ആയിരിക്കട്ടോ. അടുത്തത് ഇന്റേതാണ്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്. അതായത് 3 ഇഷ്ടമാണ്. പക്ഷെ ഇതിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഇതാണ്, ഇഷ്ടമല്ലാത്തത് ഇതാണ്. സെലക്ട് ചെയ്യാം. എനിക്ക് ഏകദേശം ഐഡിയ ഈ മാറ്റിയെടുത്താ മതി. അല്ല, മാറ്റിയെടുക്കാതിരുന്ന ഞാനല്ലേ? അല്ല, ഓക്കെ, 3, 2, 1 അത് ഭയങ്കര ഹൃദയഭേദകമായ
ഇഷ്ടമായിരുന്നു പൗഡിനെക്കാട്ടും ഇഷ്ടാണോ? അല്ല പൗഡിനെക്കാട്ടും അധികം ഇഷ്ടമല്ല സ്നിക്കേഴ്സ്. അപ്പൊ ഞാൻ ഇഷ്ടമല്ലാതെ ഞാൻ എന്തായാലും അടിപൊളിയാക്കി ഇട്ടിട്ട് ഷാമിൻ്റെത് ഞാൻ ബൗണ്ടിനെ സെലക്ട് ചെയ്ത് രണ്ടാൾക്കും ബൗണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ബൗണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് വീതിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ സ്നിക്കേഴ്സിന് അടിയാണ് guys. അത് നമ്മളിപ്പോ കൊറേ ആയി ബൗണ്ടി വാങ്ങിച്ചിട്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഏതായാലും സാരമില്ല. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ എന്താ വരാനുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഫോർത്ത് റൗണ്ടിൽ വന്നിരിക്കുന്നത് ഫ്രൂട്ട് ക്രഷേഴ്സ് ആണ്. ഇവിടെ ഗ്രേപ്സ് ഉണ്ട്, പിന്നെ സ്ട്രോബെറി ഉണ്ട്, പിന്നെ പൈനാപ്പിൾ ഉണ്ട്. അപ്പൊ 3 റൗണ്ട് കഴിഞ്ഞപ്പോ നമ്മളെ മിൽക്ക് ഷേക്കിന് പൊരുത്തത്തിലുള്ള മിൽക്ക് ഷേക്ക് ഇത് ഇങ്ങനെയാണ് കേട്ടോ. പൊരുത്തവും പൊരുത്തക്കേടും ഒക്കെ ആയിട്ടുള്ള മിൽക്ക് ഷേക്ക്. പിസ്തന്റെ മിൽക്കാണ്, പിന്നെ ആപ്പിൾ ഇട്ടിട്ടുണ്ട്, പിന്നെ ഗാലക്സി ഇട്ടിട്ടുണ്ട്. ഇതിന്റെ സ്ട്രോബെറി ആണ്, ഇതിന്റെ ചിക്കു ഉണ്ട്, പിന്നെ ബൗണ്ടി ഉണ്ട് കേട്ടോ. ഇന്റേത് ഇതാ മാംഗോന്റെ മിൽക്കാണ്, അതില് ആപ്പിൾ ഉണ്ട്, പിന്നെ ഗാലക്സി ഉള്ളിൽ എവിടെയോ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനാണ് ഇതിൽ സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നത് ഇതാണ്, വേണ്ടാന്ന് തോന്നുന്നത് ഇതുമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ സെലക്ട് ചെയ്യാം. ഇതിൽ ഭയങ്കര കൺഫ്യൂഷൻ ആട്ടോ, കാരണം എനിക്ക് അറിഞ്ഞൂടെ ഇതില്, ഞാൻ ഗസ് ചെയ്യുന്നേ ഉള്ളൂ. എനിക്ക് ഈ ഒന്നും ശരിയാക്കണില്ല ശ്രീ. അല്ല, ഞാൻ ശരിയാക്കലുണ്ട്, പക്ഷെ ഈ റൗണ്ടിൽ ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതിനായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഒരു സാധനം ഇതിലില്ലാതെ. ഇല്ല, അതെ. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യാം. 3, 2, 1 സെറ്റ്. അതെന്താ വെച്ചാൽ ഇതിന് കളറെങ്കിലും ഒരു ബന്ധം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പൈനാപ്പിൾ എനിക്ക് ഇഷ്ടമാണ്. ഞാനത് വിചാരിച്ചിട്ട് സെലക്ട് ചെയ്ത് കേട്ടോ. എന്താ ഞാനൊന്നും വിളിച്ചില്ല. ഞാൻ എനിക്ക് ഇഷ്ടമല്ലാതെ പറഞ്ഞതാട്ടോ ഗ്രേപ്സ്. ഞാനിതാ ഗ്രേപ്സ് ഇടുകയാണ്. മതി, കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടി വേണമെങ്കിൽ. അപ്പൊ ഇനി അടുത്ത എന്താണ് കേട്ടോ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്. എനിക്കിതിൽ വേണ്ടാന്ന് തോന്നുന്നത് ഇതാണ് കേട്ടോ. ഇത് തെറ്റിച്ചവരെ ഞാൻ കൊല്ലും. അപ്പൊ നമുക്കിനി സെലക്ട് ചെയ്യാം. 3, 2, 1 സെറ്റ്. ഓ കറക്റ്റ്. പെർഫെക്റ്റ് ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ആട്ടോ കിട്ടാൻ പോകുന്നത്. എന്താ പറയാ, ഇതുവരെ perfect ആണ്. എനിക്കില്ലേ പെട്ടെന്ന് അന്റെ മാംഗോന് മിൽക്കാന്ന് ഓർമ്മയില്ലേ. അതാ ഞാൻ പറഞ്ഞില്ലേ, കളർ മാച്ചെങ്കിലും വേണം എന്ന് ഞാൻ വിചാരിച്ചിട്ടാട്ടോ അതെടുത്തത്. ഓക്കെ, അപ്പൊ എന്റെ റൗണ്ടിൽ ഈ പച്ച കളറായിട്ട് ഒന്നുമില്ലേ guys. അപ്പൊ എനിക്ക് ഇതിൽ ഇഷ്ടമുള്ളത് ഇതാണ്, ഇഷ്ടമല്ലാത്തത് ഇതാണ്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യാം. 3, 2, 1 സെറ്റ്. പൈനാപ്പിൾ അല്ല, പൈനാപ്പിൾ ഇരുന്ന് കഴിക്കലുണ്ടല്ലോ ഇവിടെ. അല്ല പൈനാപ്പിൾ ഇഷ്ടമാണ്, പക്ഷെ ഇതിന്റെ കൂടെ ഈ പൈനാപ്പിളിനെ പറ്റി ആലോചിച്ചത് ശരിയാണല്ലോ. വേണ്ടാന്നുണ്ട് ഗ്രേപ്പ്. ഈശ്വര, അതിന്റെ അതേ അവസ്ഥയാണ്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാത്തതാണ് ഇട്ടത്. ശ്രീക്കൊക്കെ വേണ്ടിയതാ കിട്ടിയത്. ഞാനിതാ പറഞ്ഞൂടാ, സാധാരണ എനിക്ക് പണി കിട്ടല പതിവ്. ഞാനിതാ ഗ്രേപ്പിന്റെ ക്രഷ് ഇട്ടുണ്ട് കേട്ടോ അതില്. കുറച്ചിട്ടാണ് ഷാമി. അല്ല 2 സ്പൂൺ ഇട്ടു. ഞാനിട്ടു. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പൊ നമ്മൾ അടുത്ത റൗണ്ടിൽ ഐസ്ക്രീംസ് ആണ് നമ്മുടെ മുമ്പിൽ. അപ്പോൾ ടെൻഡർ കോക്കനട്ട് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ഇത് ഇറ്റാലിയൻ ഡിലൈറ്റ് ആണ് കേട്ടോ. ഇത് ഏകദേശം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ തോന്നുന്നു കേട്ടോ, ഇഷ്ടമുള്ളതൊക്കെ. അപ്പൊ ഇനി അഞ്ചിന്റെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇതിൽ ഏറ്റവും വേണം തോന്നുന്നത് ഇതാണ്, വേണ്ടാ തോന്നുന്നത് ഇതുമാണ് കേട്ടോ. അത് നമുക്ക് അറിയാം. ഓക്കെ, 3, 2, 1 സെറ്റ്. കറക്റ്റ്. ചോക്ലേറ്റിന്റെ കളർ എവിടെ കണ്ടോ അപ്പൊ അത് എടുത്തോളണം. ഞാൻ മറ്റേ ടെൻഡർ കോക്കനട്ട് എടുക്കാം. അന്ന് ഞാൻ കൊന്നേനെ. ടെൻഡർ കോക്കനട്ട് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അതിലും ഇഷ്ടമാണ് ഇറ്റാലിയൻ ഡിലൈറ്റ്, സ്പാനിഷ് ഡിലൈറ്റ് ഒക്കെ. അടുത്ത എന്റെ റൗണ്ട് ആണ് കേട്ടോ. അപ്പൊ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്, എനിക്ക് വേണ്ടാന്ന് തോന്നുന്നത് ഇതാണ് കേട്ടോ. 3, 2, 1 സെറ്റ്. ഇവർക്ക് സ്ട്രോബെറി അല്ലേ ഇഷ്ടം? സ്ട്രോബെറി. ഈ സ്പാനിഷ് ഡിലൈറ്റും ഇറ്റാലിയൻ ഡിലൈറ്റും ഒക്കെ ഞാനിവിടെ ഇരുന്ന് കഴിക്കുന്ന എല്ലാവരും കാണുന്നതാണ്. അറിയാത്തത് കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ക്രഷ് സ്ട്രോബെറി, എനിക്ക് ഇഷ്ടമുള്ള സ്ട്രോബെറി അല്ല, എനിക്ക് ഇതിലേക്ക് ഇത് വേണമെന്നായിരുന്നു. സ്ട്രോബെറി എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് സ്ട്രോബെറി വേണ്ടായിരുന്നു. ഞങ്ങള് മിണ്ടരുത്. അപ്പൊ എനിക്ക് കിട്ടിയ സ്ട്രോബെറി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്ട്രോബെറി ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്തത് ഇനി ഇന്റെ റൗണ്ടാണ്. അതെനിക്ക് സംശയം അറിയാം. ഓക്കെ, ഇതിലേക്ക് ഇഷ്ടമുള്ളത് ഇതാണ്, ഇഷ്ടമില്ലാത്തത് ഇതാണ് കേട്ടോ. കറക്റ്റ് ആയിട്ട് എടുക്കണേ മക്കളെ. 3, 2, 1 സെറ്റ്. അല്ലേ? അതെ, അതാണ്. അതൊക്കെ ഒരു സംശയമില്ല. ടെൻഡർ കോക്കനട്ട് ഷാമിന് ഇഷ്ടമാണ് നമുക്കറിയാം. എനിക്ക് ഇഷ്ടമായി. ടെൻഡർ കോക്കനട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ എന്താ വരാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് ലാസ്റ്റ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്.
ലാസ്റ്റ് റൗണ്ട് നമ്മളെ മുന്നിലുള്ളത് കോൺഫ്ലേക്സ് ഉണ്ട്, ചോക്കോ ഫ്ലേക്സ് ഉണ്ട്, പിന്നെ സ്ട്രോബെറി ഫ്ലേക്സ് ആണ് ഉള്ളത്. ഇതിൽ എനിക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് അറിയാന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യം എനിക്ക് അറിഞ്ഞുകൂടാട്ടോ, എനിക്ക് മറന്നുപോയി. എനിക്കൊരു ധാരണ ഉണ്ട്. അപ്പൊ എന്തായാലും 5 നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഇന്റത് എനിക്ക് വേണം തോന്നുന്ന ഇതാണ്, വേണ്ടാന്ന് തോന്നുന്നത് ഇതാണ്. ഓക്കെ 3, 2, 1 അല്ല ഇതിൽ എനിക്ക് എല്ലാവരുടെയും ഇഷ്ടങ്ങൾ അറിയാം കേട്ടോ. ഞാൻ ഈ ഫ്ലേക്സ് ഇതിലേക്ക് ഇടാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടോ ഇത് ഇട്ടപ്പോ തന്നെ. നല്ല രസമുണ്ട്. ഇത് ലാസ്റ്റ് നമുക്ക് ഷേക്ക് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ഗ്ലാസിന്റെ മുകളിൽ കുറച്ചിട്ട് ഇനി കടിക്കാൻ കിട്ടും. അപ്പൊ അടുത്ത എന്റെ റൗണ്ടാണ് കേട്ടോ. ഇതിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഇതാണ്, എനിക്ക് വേണ്ടാന്ന് തോന്നുന്നത് ഇതാണ് കേട്ടോ. ഓക്കെ അപ്പൊ സെലക്ട് ചെയ്യാം. എനിക്കറിയാം. 3, 2, 1 എനിക്ക് ഈ സാധനം ഇഷ്ടമാണ്. ഇവിടെ ശരിയല്ല, ഇവിടെ ഇഷ്ടമല്ല. ഞാൻ ഫ്ലേവർ അനുസരിച്ച് നോക്കിയൊന്നും അല്ലെങ്കിൽ ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് കടിച്ചാൽ ഇതിന്റെ ഉള്ളിൽ ഒരു സ്ട്രോബെറിന്റെ ചെറിയ ഇതുണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോൺഫ്ലേക്സ് അല്ലല്ലോ. അപ്പൊ ഞാനിപ്പോ കോൺഫ്ലേക്സ് തന്നെ ഇടണം. കാരണം നമ്മൾ രണ്ടാമത് സെലക്ട് ചെയ്തേ. അപ്പൊ തന്നെ ഇടണം ഞാനായിരിക്കും. കോൺഫ്ലേക്സ് പക്ഷെ നമുക്ക് ഇഷ്ടക്കേടൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം മറ്റേതായിരുന്നു. നല്ല ഭംഗിയാടാ. ഓക്കെ അപ്പൊ അടുത്തത് എന്റേതാണ്. എന്റേത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഓക്കെ അപ്പൊ എന്റെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാ. ശ്രീ പണി തരുന്നത്. ഓക്കെ ഇതിലെനിക്ക് ഇഷ്ടമുള്ളത് ഇതാണ്, ഇഷ്ടമില്ലാത്തത് ഇതാണ്. ഓക്കെ 3, 2, 1 അല്ലേ? അതെല്ലാവർക്കും ഫ്ലേക്സ് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ കടിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഇതിനെക്കാട്ടി ഫ്ലേക്സിനെക്കാട്ടി കൂടുതൽ ഇഷ്ടമുള്ള ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എല്ലാ റൗണ്ട്സും കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് ബ്ലെൻഡ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി ഷേക്ക് ആക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതിന് മുന്നേ ഇതുവരെ ശരിയാക്കിയത് ഞാനും അഞ്ചും അല്ലാധികവും ഞങ്ങൾ രണ്ടുപേരും കൂടി ശ്രീൻ്റെയാണ് ശരിയാക്കിയത്. അതായത് ഓക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിലാകെ 2 എണ്ണം മാത്രമേ ഇഷ്ടമുള്ളത് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ ഇഷ്ടമില്ലാത്തത് സെലക്ട് ചെയ്യും. എനിക്ക് എടുക്കാൻ ഓർമ്മയില്ല. പക്ഷെ നമ്മൾ 3 പേര് ഷേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആരതാന്ന് നമുക്ക് നോക്കണം. എന്റേത് ഞാൻ ടേസ്റ്റ് ചെയ്യില്ല കേട്ടോ. എന്റേതും കൂടി ഇവര് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്ന് പറയട്ടോ. അപ്പൊ നമുക്ക് ഇനി ഷേക്ക് അടിച്ചിട്ട് വരാം. അപ്പൊ നമ്മൾ 3 മിൽക്ക് ഷേക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഇതൊരു ചോക്ലേറ്റ് ലൈറ്റ് ചോക്ലേറ്റ് കളറിലാട്ടോ വന്നത്. അതായത് ആ യെല്ലോ കളറിലേക്ക് പിന്നെ ആ ചോക്ലേറ്റും ഗാലക്സി ഒക്കെ ഇട്ടപ്പോ ആ ഒരു കളറിലാണ് ഉള്ളത്. ഇതിന്റെ ഇതേ പിങ്ക് കളറിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സ്ട്രോബെറിന്റെ കറക്റ്റ് ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ പിസ്ത പോലെ തന്നെ ഉണ്ട്. പക്ഷെ ആ ചോക്ലേറ്റും പിന്നെ ആപ്പിളും ഒക്കെ കൂടെ മിക്സ് ആയപ്പോ ആ ഒരു എന്തോ ഒരു ആഷ് കളർ ഒക്കെ പോലെ ഡിമ്മായി ഉണ്ട് ആ കളറ്. അപ്പൊ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഷാമിന്റെ ഞങ്ങളാട്ടോ ടേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാന്നുള്ള മറക്കാതെ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയാ. ഇതിന്റെ ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഇതിന്റെ കുഴപ്പമില്ലാന്നുള്ള ടേസ്റ്റ് ആണ്. കാരണം അതില് ആപ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയല്ലല്ലോ പിന്നെ വന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, കുടിക്കാൻ ടേസ്റ്റ് ഉണ്ട്. ഷാമി നമ്മളെടുത്ത് ഷാമിന്റെ കൂടി ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഇന്നേനെക്കാട്ടും കൂടുതൽ ഇഷ്ടമായി. ഞാൻ 5 ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഫൈനൽ പറഞ്ഞത്. ഇത് ശ്രീൻ്റെതാട്ടോ. ഇത് കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇതും ഇഷ്ടമായി. ഇപ്പൊ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഷാമീനാണ് കേട്ടോ. എനിക്ക് ഷാമിനും അഞ്ചിനും ഏകദേശം ഒരേപോലെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. എല്ലാം വലിയ അധികം ഒരു മുഖഭാഗം എനിക്ക് തോന്നുന്നു അത്ര വലിയ ടേസ്റ്റ്. അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ തന്നെയല്ല കിട്ടിയത്. പിന്നെ അതിൽ ഫുൾ ആപ്റ്റ് ആയിട്ടുള്ളതല്ലല്ലോ നമ്മൾ ആഡ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. പിന്നെ എറ്റേണൽ ആയുർവേദത്തിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പൊ വേണ്ടവരെല്ലാരും കയറി പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamia. This is Anjita. signing off.